മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി കുമാരനാശാന്റെ ജീവിതം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ്. കൗമാരകാലം വരെ കായിക്കരയും അവിടുത്തെ മനുഷ്യരുമാണ് ആശാനെ പരുവപ്പെടുത്തിയത്. കയറും കൃഷിയും മത്സ്യബന്ധനവും ഉപജീവന മാർഗമായ ഒരു ദേശത്തെ മനുഷ്യർ മഹാകവിയായ കുമാരനാശാനെ അടയാളപ്പെടുത്തുന്നത് ഒരു സ്മാരകത്തിന്റെ രൂപത്തിലാണ്. ജീവപരമ്പരകളുടെ ചങ്ങലക്കണ്ണികളിൽ മാനവികതയുടെ സ്വപ്നജ്വാല വിളക്കിച്ചേർത്ത പ്രക്ഷോഭകാരിയായ കവി ജനിച്ചു വളർന്നത് ഈ മണ്ണിലാണ്. കവിതയുടെ പ്രിയപ്പെട്ട മണ്ണ്. കായിക്കരയ്ക്കിതിൽ പരം മറ്റെന്തു വിശേഷണമാണ് വേണ്ടത്? കായലും കടലും ഇവിടുത്തെ മനുഷ്യർക്കൊരുക്കിയ ജീവിത സാധ്യത പോലെ കുമാരനാശാന്റെ അനുഭവങ്ങളിലേക്കും ഈ ദേശം വഴിയൊരുക്കി. കാളിയമ്മയും നാരായണനും കൺമണി പോലെ പോറ്റിയ കുമാരൻ മലയാള ദേശത്തിന്റെ മനം കവർന്നു. 1873 ഏപ്രിൽ 12 ആ ചരിത്രം കായിക്കരയിൽ പിറന്നു. ആശാനെ പറ്റി നമുക്ക് ഭയങ്കര അഭിമാനമുള്ള ഈ നാട്ടുകാർക്കല്ല. അദ്ദേഹം കളിച്ചു വളർന്ന മണ്ണാണിത്. ജന്മഭൂമി എന്ന് വെച്ചാൽ തൊട്ടപ്പുറം ഇപ്പോഴും ഉണ്ട്, ആ ഭാഗത്തുണ്ട്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ആശാന്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നതും ഈ മണ്ണിൽ. തുണ്ടത്തിൽ പെരുമാളാശാന്റെ കുടിപ്പള്ളിക്കുടം പതുക്കെ പതുക്കെ പ്രൈമറി സ്കൂളായി മാറി. അത് കുമാരനാശാന്റെ ജീവിതത്തെയും സ്വാധീനിച്ചു. 11ാം വയസ്സിൽ 2ാം തരത്തിൽ ചേർന്നു. ഇന്നത് ആശാൻ മെമ്മോറിയൽ ഗവൺമെന്റ് LPS സ്കൂളാണ്. നെടുനീളമുള്ള ഒരു ഓല കെട്ടിടമായിരുന്നു, നെടുനീളമായിരുന്നു. ഓരോ ക്ലാസ് അന്ന് ഈ പാ വെച്ച് മറച്ചിട്ടുള്ള ഇതാണ്. ഓരോ ക്ലാസ്സുകൾ 4ാം ക്ലാസ് വരെ ഉള്ളു. ആശാന്റെ ചിന്തകൾക്ക് തീ പടർത്തിയത് ഈ നാട് തന്നെയാണ്. ഈ ചെമ്പകത്തറയിലിരുന്ന് കടലിന്റെയും കായലിന്റെയും മലനിരകളുടെയും ശാന്തതയിൽ ആശാൻ ചിന്തകൾ കൊണ്ട് വിസ്മയിപ്പിച്ചു. ഇതിൻ്റെ അടുത്താണ് ഈ മരങ്ങൾ നിൽക്കുന്ന 2 മരം. അത് എത്രയും കാലത്ത് പഴക്കമുണ്ട്. ഇപ്പം ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് നിറയെ പൂത്ത് നിൽക്കുന്ന സമയമാണ്. തായാട്ട് ശങ്കരന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ കുമാരനാശാൻ നവോത്ഥാനത്തിന്റെ കവിയാണ്. സ്തോത്രകൃതികളിലായിരുന്നു തുടക്കം. വീണപൂവിന് ശേഷം ലൗകികവും ആത്മീയവുമായ വ്യക്തി നിരീക്ഷണവും ഉണ്ടായി. പിന്നാലെ ജീവിതത്തിലേക്ക് മനുഷ്യന്റെ വേദനകൾ പതിയുകയാണ്. സ്വന്തം ദേശത്തിൽ നിന്നുണ്ടായ ബോധം, ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം. ആശാൻ കവിതകളുടെ 3ാം ഘട്ടം സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് വളർന്നു. ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും അങ്ങനെ ജാതിഭേദവും ദുരാചാരവും തുറന്നെഴുതിയ മഹാകവിക്ക് ജന്മനാട് പകരം നൽകിയതാണ് ഈ സ്മാരകം. ജലാശയങ്ങൾക്ക് നടുവിൽ ജനിച്ചു വളർന്നൊരു മനുഷ്യനെ കയം കവർന്നത് 100 വർഷങ്ങൾക്കിപ്പുറവും ഇവിടുത്തെ മനുഷ്യർക്കൊരിക്കലും തീരാത്ത നോവാണ്. അന്നത്തെ ആൾക്കാർക്ക് ഉൾപ്പെടെ അതിശയം തോന്നുന്നത് ഈ കായിക്കര കായലിൻ്റെ അവിടുന്ന് അങ്ങ് അകത്തുമുറി വരെ ഒരാളിനെ ചുമലിലേന്തിക്കൊണ്ട് നീന്തിപ്പോയി തിരിച്ചു വരുന്നത് വരെ ഒരു അനായാസം വന്ന് പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തിത്വമാണ്. കടലിന്റെ സമ്പത്ത്, കായലിന്റെ സമൃദ്ധി, തൊണ്ടുതല്ലിയും കയറുപിരിച്ചും പരുത്തികൊണ്ടും മെച്ചപ്പെട്ടൊരു ദേശം പിന്നീടറിഞ്ഞത് ആ നിലയിലൊന്നുമല്ല. സാക്ഷാൽ കുമാരനാശാന്റെ കായിക്കര. ആ ദേശം ഇന്നും ആ മഹാകവിയെ നെഞ്ചോട് ചേർക്കുന്നു. ക്യാമറമാൻ സിറിലിനും സതീഷിനുമൊപ്പം ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.